അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു 3 വാഹനങ്ങൾ സെയിൽ ചെയ്തതിനു ശേഷം കിട്ടുന്ന ആ ഒരു ക്യാഷ് കൊണ്ട് നമുക്കൊരു നല്ലൊരു വാഹനം വാങ്ങിച്ചിട്ട് ഓട്ടോമാറ്റിക് വാഹനം അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒത്തിരി പേരാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. കാരണം നമുക്ക് സഹതാപം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഉള്ളിൽ മനസ്സുകൊണ്ട് ഭയങ്കര ഒരു വിഷമം തോന്നിയ ദിവസമായിരുന്നു ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം. ഒരുപാട് പേര് ആക്സിഡൻറ്റിലൊക്കെ അപകടങ്ങൾക്ക് പറ്റിയിട്ട് നടക്കാൻ വയ്യാതെ അല്ലെങ്കിൽ പിന്നെ ബെഡിലായിട്ട് പല രീതിയിൽ കാലുകൾ കട്ട് ചെയ്തിട്ട് കൈയില്ലാത്തവർ അങ്ങനെ ഒരുപാട് പേരാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരുപാട് പേര് നമ്മുടെ നമ്മുടെ ഈ ഇടയിൽ ഇത്രയും പേര് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ കേരളത്തിൽ മാത്രം ഇത്രയും ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇത്രയും കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. ഏതായാലും നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യന് നമ്മൾ അദ്ദേഹത്തിന് നമുക്ക് ആ ഒരു വാഹനം ഈ ഒരു 3 വാഹനം കിട്ടിയിട്ടുള്ള ക്യാഷ് കൊണ്ട് ഒരു വാഹനം വാങ്ങിച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിലുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു 3 വാഹനത്തിന് കൂടി നിലവിൽ 1,60,000 രൂപയാണ് നമുക്ക് 3 വാഹനത്തിനും കൂടി കോട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലൊക്കെ അതിന് മുകളിലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൈസ് കൂട്ടി ചെയ്തിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കുക ഈ ഒരു വാഹനം എടുക്കാവുന്നതാണ്. 1,60,000 അപ്പോൾ നിലവിൽ നമുക്കിവിടെ കോട്ട് കിട്ടിയിട്ടുള്ളത്. അത് സ്ക്രാപ്പ് ടീം ആണ് ആ പ്രൈസും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതൊക്കെ പലർക്കും സംശയം ഇതൊക്കെ വാഹനം റൺ ചെയ്യുമോ എന്നുള്ളതൊക്കെ സംശയം ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 വാഹനങ്ങളും നമുക്കിവിടെ ഓടിച്ച് കൊണ്ടുവന്ന് കയറ്റിയിട്ട് വണ്ടികളാണ്. എസ്പെഷ്യലി ഇന്ത്യക്കൊക്കെ ജസ്റ്റ് ബാറ്ററി വെച്ചാൽ തന്നെ എന്തായാലും സ്റ്റാർട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ 3 വാഹനങ്ങളും റണ്ണിങ് കണ്ടീഷനോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഇവിടെ ഏകദേശം 3 മാസമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ നിങ്ങളൊരു പരിഹാരം കാണുക. എസ്പെഷ്യലി ബാറ്ററി അല്ലെങ്കിൽ സ്റ്റാർട്ടറോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് എയർ അടിക്കുക അല്ലെങ്കിൽ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ്ങോട് കൂടി ഈ ഒരു വാഹനം ഉണ്ടാവും. അപ്പോൾ 1,60,000 നിലവിൽ ഈ ഒരു 3 വാഹനത്തിലൂടെ നമുക്ക് പ്രൈസ് വന്നിട്ട്. അപ്പോൾ 1-2 ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ആരെങ്കിലുമൊക്കെ പ്രൈസ് കൂട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാഹനം കൊണ്ടുപോകാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ 1,60,000 നമുക്ക് ആ പറഞ്ഞ പാർട്ടിക്ക് ആ വാഹനം കൊടുത്തിട്ട് നമുക്ക് അർഹതപ്പെട്ടതിന് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ആ വ്യക്തിക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് കൊടുക്കണം. ചിലപ്പോൾ ക്യാഷ് എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ആഡ് ചെയ്യാതെ കിട്ടും. ഏതായാലും നമുക്ക് ആ ഒരു ക്യാഷ് കൊണ്ട് ആ ഒരു അർഹതപ്പെട്ട ഒരാൾക്ക് നമുക്ക് എന്തായാലും ഈ ഒരാഴ്ചയിൽ തന്നെ ആ ഒരു വാഹനം നമുക്ക് കൈമാറണം. പിന്നെ നമ്മൾ ആ വീഡിയോ ശേഷം ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് പേർക്ക് മോശം അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് സമൂഹത്തിൽ ഏത് നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മോശം കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിന് 2 വശങ്ങളുണ്ടാവും. നല്ലത് പറയാനും മോശം പറയാനും ആളുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇപ്പം ഇന്ന് എന്നെ ഹൃദയത്തിൽ ലഭിച്ചൊരു കമൻറ്റ് ഇപ്പോൾ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പിന്നെ ഷംസുദ്ദീൻ സുലൈമാൻ KMS എന്നുള്ള ആൾ ഒരു നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. ആളുകൾ പല അഭിപ്രായം പറയും, അതിനൊക്കെ മറുപടി കൊടുക്കാൻ ശ്രമിക്കരുത്, അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നില്ല. കാരണം പല അഭിപ്രായങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏതൊരു വീഡിയോ ഒരു വാഹനത്തിനെ പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും നല്ല ചെയ്ത് കഴിഞ്ഞാലും മോശം ചെയ്ത് കഴിഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അഭിപ്രായങ്ങളാണ്. അപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലൊന്നും കാഴ്ചപ്പാടാവില്ല മറ്റുള്ളവർ കാണുന്നത്. അപ്പോൾ ഞാൻ പൊതുവെ സാധാരണ ഗതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷേ ഈയിടെ കുറച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള നെഗറ്റീവ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ദേഷ്യത്തിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുത്തു. പക്ഷേ ഇന്നൊരു കമൻറ്റ് വന്നതോടുകൂടി നീ തീരുമാനിച്ചു നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അത് അതിൻ്റേതായ വഴിക്കൂടെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ജനങ്ങൾക്ക് നാളെ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് വന്നുള്ള തീരുമാനം. അപ്പോൾ എനിവേ 3 വാഹനത്തിന് കൂടി 1,60,000 അപ്പോൾ നിലവിൽ പ്രൈസ് കൂട്ടുക എന്നുള്ളത്. ആർക്കെങ്കിലും അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പ്രൈസ് കൂട്ടിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നും നാളത്തോടു കൂടി നമ്മൾ ഫൈനലൈസ് ചെയ്യാവുന്നതാവും. ഇന്നും നാളത്തോടുകൂടി ആരും അതിൻ്റെ മുകളിൽ പ്രൈസ് കൂട്ടിയിട്ടില്ലെങ്കിൽ 1,60,000 ഈ ഒരു 3 വാഹനങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ഷോറൂം കോൺടാക്ട് ചെയ്യുന്നത്. കാരണം ഫോൺ വിളിച്ചിട്ട് കിട്ടാൻ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കണ്ടാൽ നമ്മൾ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് വാഹനങ്ങൾ നോക്കാം. ഏതെങ്കിലുമൊക്കെ പ്രൈസ് അതിനേക്കാൾ കൂടുതൽ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്ക് പ്രൈസിൻ്റെ ആ ഒരു പിന്നെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഏതായാലും ഇന്ന് നാളെ കൂടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. മറ്റന്നാളത്തേക്ക് വാഹനങ്ങൾ എന്തായാലും സോൾഡ് ഔട്ട് ആയിരിക്കും. ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് അർഹതപ്പെട്ടവർക്ക് ആ പയ്യനെ നമുക്ക് ആ ഒരു വാഹനം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇതിനെ ഒരുപാട് പേര് നല്ല രീതിയിൽ കമൻറ്റിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയില്ല. താങ്ക് യു.